നമസ്കാരം. എന്ന നിശയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ 2026 തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. കോൺഗ്രസിനും UDFിനും ഉജ്ജ്വല വിജയം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. 5 കൊല്ലം ഒരു മാറ്റം ഞങ്ങൾക്ക് വേണം, നിങ്ങളൊന്ന് ഭരിക്കൂ എന്ന് പറഞ്ഞ് പൊതുജനം, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും എല്ലാം കൂടി പൊതുജനം ഒറ്റക്കെട്ടായി നിന്ന് അവർക്കെല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇനി ഞങ്ങൾക്ക് വേറെ നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇനി നിങ്ങളൊന്ന് ഭരിക്കൂ എന്ന് പറഞ്ഞ് എല്ലാം എഫർട്ട്ലെസ് ആയിട്ട് അങ്ങോട്ട് എത്തിച്ചു, അവർക്ക് കിട്ടി. ഇനി ഭരിക്കുകയേ വേണ്ടൂ. അവരിൽ നിക്ഷിപ്തമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് കളങ്കപ്പെടുത്താതെ ആളുകളുടെ ഒരു ട്രസ്റ്റുണ്ട്, ജനങ്ങളിൽ അവരെ ഏൽപ്പിച്ചൊരു ട്രസ്റ്റും ഒക്കെ ഉണ്ട്. അത് അർപ്പണബോധത്തോടെ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ അതിനെ ആ വിശ്വാസത്തെ, ആ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആളുകളുടെ അർപ്പിച്ച വിശ്വാസത്തെ പരിഗണിച്ച് ഭരണം അങ്ങോട്ട് കൊണ്ടുപോയേ വേണ്ടൂ. അതിനിതാ മുഖ്യമന്ത്രി ആരാവുമെന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ തുടർച്ചയായ 3-ാം ദിവസവും ഇങ്ങനെ നീണ്ടുപോവുകയാണ് മന്ത്രിസഭ രൂപീകരിക്കാതെ. അത് ഈ വിജയത്തിന് ഏറ്റ ഒരു കരിനിഴലായി ഇങ്ങനെ പ്രൊലോങ് ചെയ്തു കൊണ്ടുപോകുന്ന ചർച്ചയ്ക്ക്. എൻ്റെ കയ്യിൽ 45 MLA-മാരുണ്ട്, എൻ്റെ കയ്യിൽ 25 MLA-മാരുണ്ട്, എൻ്റെ കയ്യിൽ 10 MLA-മാരുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രാകൃതമായൊരു രീതി, പ്രിമിറ്റീവായിട്ടുള്ളൊരു രീതിയാണ്. നമ്മൾ സാധാരണ ഇലക്ഷൻ നിൽക്കുന്നതിനേക്കാൾ മുന്നേ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇന്ന ആളാണ് എന്ന് പറഞ്ഞു വേണം നിർത്താനായിട്ട്. A പ്ലാനും B പ്ലാനും C പ്ലാനും ഒക്കെ തയ്യാറാക്കി വെക്കണം. ഇൻ കേസ് നമ്മൾ ഉയർത്തിക്കാട്ടിയ ആ വ്യക്തി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത ഒരു വ്യക്തിയെയും കൂടി പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ അത് കഴിഞ്ഞ് അടി ഉണ്ടാക്കുന്നതൊക്കെ വളരെ പ്രാകൃതമായ രീതിയാണ്. ആളുകളുടെ MLA-മാരെ ഹൈജാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ല വേണ്ടത് ഒരു മുഖ്യമന്ത്രിയാവാനുള്ള മാനദണ്ഡം. ജനങ്ങൾ ആരെയാണ് മുഖ്യമന്ത്രി ആക്കാൻ ഇഷ്ടപ്പെടുന്നത് അവരെയാണ് ആക്കേണ്ടത്. ജനങ്ങൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചത്, ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ ജയിച്ച കക്ഷിക്ക് വോട്ട് ചെയ്തത്, അതിനെ ആ ജനത്തെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. അത് ഇതുവരെ ആയിട്ടില്ല. ആ തീരുമാനം ഒരു വഴിക്കാവുന്നു. വീണ്ടും നൂലുമ്മേ കെട്ടിയിറക്കാൻ ആണ് തീരുമാനം എന്നത്. കെട്ടിയിറക്കാനാണ് തീരുമാനം എങ്കിൽ കെട്ടിക്കും എന്ന് ജനങ്ങളും വിചാരിക്കും. അപ്പോൾ കിട്ടിയ ആ സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കുകയും പിന്നീട് പുല്ലുപോലും മുളയ്ക്കാത്ത രീതിയിലുള്ളൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അത് അങ്ങനെ പോട്ടെ. പക്ഷെ നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ, ചെറിയാൻ ഫിലിപ്പ് ബിന്ദു കൃഷ്ണയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ വന്നത്. എനിക്ക് ചില തോൽവികൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ. അതേപോലെ തന്നെ ചില വിജയങ്ങളും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ തോറ്റ ആൾക്കാരുടെ ഞാൻ പറയുന്നില്ല. ചില തോൽവികൾ എനിക്കിഷ്ടം പറയുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. എനിക്ക് പത്തനാപുരത്ത് ശ്രീ ഗണേശൻ തോറ്റതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു നൈതികത ഇല്ലാത്തൊരു മനുഷ്യനാണ്. അച്ഛൻ്റെ മേലുരാസിൽ എന്ത് തോന്നിവാസം കാട്ടിക്കൂട്ടിയാലും MLA ആകാം, മന്ത്രിയാകാം. അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, അല്ലേ? അതൊരു മാറി വരുന്ന മുന്നണികളെല്ലാം തന്നെ അദ്ദേഹത്തിന് മന്ത്രിപദം കൊടുക്കുന്നുണ്ട്. ഇടതുപക്ഷം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇടതുപക്ഷത്തിൻ്റെയൊക്കെ വീഴ്ച എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. സ്ത്രീ പീഡകരെയും സ്ത്രീ വിരുദ്ധരെയും ഒക്കെ MLA MP മന്ത്രിയൊക്കെ ആക്കി നിർത്തുക. മറ്റേ കക്ഷികൾ ചെയ്യുമ്പോൾ അവരങ്ങനെയാണ് എന്ന് വിചാരിക്കാം. പക്ഷേ ഇടതുപക്ഷം അങ്ങനെ ആയിക്കൂടാ. അപ്പോൾ പിന്നെ ഏത് കക്ഷിയും തമ്മിൽ നായ്ക്കാട്ടം 3ആയി മുറിച്ചാൽ ഏത് ഭാഗം നല്ലതെന്ന് ചോദിക്കുന്ന പോലെ ആർക്കും വേണമെങ്കിൽ വോട്ട് ചെയ്യാം. അങ്ങനെ പത്തനാപുരം MLA മന്ത്രിയും കൂടിയായിരുന്ന ശ്രീ ഗണേഷ് കുമാറിൻ്റെ തോൽവി എനിക്ക് കുറച്ച് സന്തോഷം തന്നിട്ടുണ്ട്. അത് നൈതികതയുടെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നാട്ടികയിൽ TN പ്രതാപൻ
വീണത് എനിക്ക് ഇത്തിരി ആശ്വാസം പറഞ്ഞു. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഹൈലി പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ആളുകളെ കാണുമ്പോൾ തലക്കടിച്ച് വാക്കിനോട് ഒട്ടും നീതി പുലർത്താത്ത ഒരു MLA ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങളിൽ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളായിട്ടിരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിലേ ഇപ്പം വരും എന്ന് പറഞ്ഞാൽ മുന്നിൽ കൂടെ പോയിട്ട് കയറാതെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഒന്നിനോടും നീതി പുലർത്താത്ത ഒരു കക്ഷിയായിട്ടൊന്ന്. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്നു. അന്ന് തൊട്ട് അദ്ദേഹത്തിന് ഇന്നേ വരെ അസംബ്ലിയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ അധികാരമില്ലാതെ അദ്ദേഹം ഇരുന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം വിശ്രമിക്കട്ടെ എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്ന സംഗതി തന്നെയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജനം കൃത്യമായിട്ട് ജനത്തിന് മനസ്സിലാക്കി നമ്മളൊക്കെ വിഡ്ഢികൾ, ജനം ഒട്ടും വിഡ്ഢികളല്ല. ആരെവിടെ തോൽപ്പിക്കണം, ആരെ ജയിപ്പിക്കണം എന്ന് കൃത്യമായ കാൽക്കുലേഷനിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഷൊർണൂർ ശശി ജയിച്ചില്ല, UDF മാറി. UDF പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച വ്യക്തിയാണ് ശശി ഷൊർണൂർ. പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചില്ല. അപ്പോൾ ജനത്തിന് കൃത്യമായി അറിയാം ആരെ ജയിപ്പിക്കേണ്ട എന്നുള്ളത്. അത് എനിക്ക് ജയിക്കാതിരുന്നത് നന്നായി എങ്കിൽ കൂടി എനിക്ക് സന്തോഷം തരുന്ന ഒരു തോൽവിയായിരുന്നില്ല. ഈ 2 തോൽവികളും എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട്. മറ്റ് ചില തോൽവി PC ജോർജിനും മകനും തോറ്റതും എനിക്ക് സന്തോഷം തന്നത് തന്നെയാണ്. പക്ഷേ ഒരാൾ ജയിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയിരുന്നു. ദൈവമേ, സ്ത്രീകളധികം നിർത്തിയിട്ടില്ല. ഇനി നിർത്തിയ സ്ത്രീകളെയൊക്കെ നിർത്തി തോൽപ്പിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ വരണമെന്നും കൂടിയായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം സ്ത്രീ ഇല്ലാത്തൊരു സഭ ആവട്ടെ കേരള അസംബ്ലി. ലോകം അത് കാണട്ടെ, എന്നിട്ട് നാണം കടട്ടെ. കാരണം തോൽക്കുന്ന സീറ്റുകളൊക്കെ കൊണ്ട് ഈ സ്ത്രീകളെ നിർത്തുക, ആകെ കൂടി 10-11 പേരെയൊക്കെ നിർത്തുക, അല്ലെങ്കിൽ 24 പേരെ നിർത്തുക, അല്ലെങ്കിൽ 27 പേരെ നിർത്തുക, എന്നിട്ട് അവരെയൊക്കെ തോൽപ്പിച്ചു വിടുക. ഈ പ്രാവശ്യത്തെ സഭയിൽ സ്ത്രീ പ്രാതിനിധ്യം സാന്നിധ്യം ഇല്ലാതിരിക്കട്ടെ, എന്നിട്ടൊന്ന് നാണം കടട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 11 സ്ത്രീകൾ ജയിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിൽ എന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 11 സ്ത്രീക്ക് അപ്പുറം കേരള നിയമസഭയിൽ പോകാറില്ല. അത് അപ്പോൾ വളരെ കാൽക്കുലേറ്റഡാണ്. അതിന് ഇപ്രാവശ്യം 11 സ്ത്രീകളാണ് എനിക്ക് കൂട്ടിയപ്പോൾ കിട്ടിയത്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന വിജയം, അല്ലെങ്കിൽ തരുന്ന വിജയം, നമ്മുടെ ബിന്ദു കൃഷ്ണയുടെ വിജയമാണ്. ഇത്ര കാലമായി ആ സ്ത്രീ നിൽക്കുന്നു. തോൽക്കുകയുള്ളൂ പാവം. തോൽവിയുടെ അവസാനം ഒരു ജയം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ബിന്ദു കൃഷ്ണ ജയിച്ചു. ആ ബിന്ദു കൃഷ്ണയുടെ ജയമാണ് എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ജയം. അങ്ങനെ പാവം ജയിച്ച് ഒരു പൊതുയോഗത്തിലേക്ക് വന്നതാണ്. നേതാക്കന്മാരൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്, അവർ കൈ കൊടുക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. അപ്പണ്ട് ചെറിയാൻ ഫിലിപ്പ് ആർത്തി പിടിച്ച് ചാടി വീണ് ഹഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഹഗിനെ. വളരെ ചിരിച്ച് മാന്യമായിട്ട് തന്നെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ആളുകളെ കാണുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പുറത്ത് ഹഗ് ചെയ്യാറുണ്ട്. ഞാനൊക്കെ ഹഗ് ചെയ്യാറുണ്ട്, എന്നെയും തിരിച്ച് ഹഗ് ചെയ്യാറുണ്ട്. ഹഗ് ചെയ്യുന്നതിൻ്റെ ആ ബോഡി ലാംഗ്വേജ് തന്നെ ഉണ്ട്. അത് സ്പോണ്ടേനിയസ് ആണോ, അല്ല അത് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള സംഗതിയാണോ, അല്ലെങ്കിൽ ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ഹഗ്ഗിങ് ആണോ എന്നൊക്കെ ആ ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയാൻ ഫിലിപ്പ് അടുത്തേക്ക് വരട്ടെ, അടുത്ത് വന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുന്ന പോലെയല്ല, അവിടെ തന്നെ ഓടി വന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഹഗ് ചെയ്യാൻ വരുന്നത്. തല എവിടെയൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ചായ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ തന്നെ ആക്കിയത്. ആ ബിന്ദു കൃഷ്ണൻ വളരെ മനോഹരമായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹഗ് ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന്. പക്ഷേ ഒരു സെക്ഷലി സ്റ്റാവ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ആ ഒരു എന്താ പറയുക, ഒരു ആർത്തി അല്ലെങ്കിൽ ഒരു ആക്രാന്തം പോലെ തോന്നി ആ ഹഗ്ഗിനെ കണ്ടപ്പോൾ. ഷാനിമോൾ ഉസ്മാനും ഹഗ് ബോധപൂർവ്വം ഒന്ന് ഹഗ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയുള്ളൂ, ഒന്ന് ഹഗ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. തുടക്കം മുതലേ ഇതൊക്കെ ഡിനൈഡായിരുന്നു ചെറിയാൻ ഫിലിപ്പിനെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടിട്ട് ആരുടെയെങ്കിലും സ്ത്രീകൾ എന്നോട് ഇഷ്ടം പറഞ്ഞു വരികയാണെങ്കിലോ സ്നേഹം പറഞ്ഞു വരികയാണെങ്കിൽ പോയി അവരവരെ പണിയെടുക്കൂ. നിങ്ങളെ വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോഴൊക്കെ തന്നെ ഞാൻ വളരെ
വളരെയധികം സ്നേഹപൂർവ്വം നിരസിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിവാഹാഭ്യർത്ഥന പോട്ടെ, പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോഴൊക്കെ അത് നന്നല്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയും, ആരെങ്കിലും പ്രണയാഭ്യർത്ഥന നടക്കുമ്പോൾ ചെറുപ്പകാലത്തൊക്കെ ഉപദേശിക്കുമോ, നീ നിൻ്റെ വഴിക്ക് പോകുന്നു, ബുദ്ധനൊന്നല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് നിരസിച്ചു. ഈ പ്രാവശ്യം ഈ ഈ ഏജിൽ അല്ലെങ്കിൽ ഈ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു റിഗ്രറ്റ് ഉണ്ട് അതിലൊക്കെ എന്നുള്ളൊരു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആർത്തി പിടിച്ച് ഹഗ് ചെയ്യാൻ പോവുക. അവർ റെസിസ്റ്റ് ചെയ്യാനെങ്കിൽ വേണ്ട, പിടിച്ച് ഹഗ് ചെയ്യാനാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ സിനിമയിലെ സണ്ണി എന്ന് പറഞ്ഞൊരു സിനിമ നടനുണ്ടായിരുന്നു പണ്ടൊക്കെ, അദ്ദേഹമൊക്കെ ചെയ്യണ പോലെ പിടിക്കുക. അവർ ഒഴിഞ്ഞു മാറുമ്പോൾ എന്തിനാ അത് ഇങ്ങനെ അവരെ പിന്നാലെ ചെന്നിട്ട് അവർ ബാക്കിലേക്ക് പോകുമ്പോഴും ഈ അഡ്വാൻസസ് നടത്തി മുന്നോട്ട് അത് ചെയ്യാൻ പോകുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇത്രയ്ക്ക് ഒരു സെക്ഷലി സ്റ്റാർവ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഒരു സന്ത്രാസങ്ങളാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഷാനിമോൾ ഉസ്മാൻ പിന്നെ വളരെ ഭംഗിപൂർവ്വം ഹഗ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഭംഗിപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു, അധികം ആളുകളെ അറിയിക്കാത്ത രീതിയിൽ അങ്ങോട്ട് ഒഴിഞ്ഞു മാറുന്നത് കണ്ടു. ഇവർ ഔട്ട്റൈറ്റായിട്ട് തന്നെ എന്നെ കെട്ടിപ്പിടിക്കാൻ, ചിരിച്ച് എന്നെ കെട്ടിപ്പിടിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഇത്രയും പുതുതലമുറ അവർ ഹഗ് ചെയ്യുന്നുണ്ട്, അതപ്പോൾ കഴിഞ്ഞു അവർ പോകുന്നു. ഇദ്ദേഹത്തിന് സുദീർഘകാലമായിട്ടുള്ള ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനും ഒക്കെയാണ് ഈ ഇലക്ഷൻ ജയത്തിൻ്റെ പേരിലെങ്കിലും ഒന്ന് ആശ്ലേഷിച്ച് കളയാം, എനിക്ക് കിട്ടുന്ന ഒരു അവസരം വൃഥാവിലാക്കിക്കൂടാ എന്ന രീതിയിലുള്ളൊരു ഹഗ്ഗിങ്ങിൻ്റെ ഒരു ശ്രമം കണ്ടപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരുടെ, ഈ മധ്യവയസ്കരായ രാഷ്ട്രീയക്കാരുടെ ഒരു കാര്യം വളരെ കഷ്ടമാണെന്ന് എൻ്റെ തോന്നിപ്പോയി. എന്താ പറയുക, സ്യൂഡോ മൊറാലിറ്റി, അനാവശ്യമായ ഒരു സദാചാരമൊക്കെ ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീകളെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത് വളരെ മോശമാണ്. അപ്പോൾ അവർ ഇനി ഈ വയസ്സുകാലത്താവും ഇനി എന്തെങ്കിലുമൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ അവരെ ബോധപൂർവം ചെയ്യുന്നതല്ല, അറിയാതെ ഒരു ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് പുറത്ത് ചാടിപ്പോവാണ് അവരറിയാതെ തന്നെ. അത് സോഷ്യോളജിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് തന്നെ കാണണം. അതിനെ നിസ്സാരമായി കണ്ടുകൂടാ, അത് പഠനവിധേയമാക്കേണ്ടതുണ്ട്. അത്തരക്കാർക്ക് അതിന് ഔട്ട്ലെറ്റിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നടക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ തൊഴിലിടം കൂടിയാണല്ലോ, ആ തൊഴിലിടത്തിൽ അവർക്ക് സുരക്ഷിതമായിട്ട് നടന്നു പോകാൻ പറ്റില്ല. കാരണം സ്ത്രീയെ കാണുമ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല. സ്ത്രീക്ക് ശരീരം അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ തൊടുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്ന് അറിയിക്കുമ്പോഴും വീണ്ടും അതിനു വേണ്ടിയുള്ള അറ്റംപ്റ്റ് നടത്തുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ തൊഴിലിടത്തിൽ പൊതുപ്രവർത്തകയായിട്ടുള്ള ആൾക്കാർക്ക് പോലും സുരക്ഷ ഇല്ല എന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ പാർട്ടി ഭരണത്തിലേറിയ തന്നെ നടത്തണം. കാരണം സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ മുകളിൽ അവർക്ക് ആഗ്രഹമില്ലാത്തവർ സ്പർശിക്കാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാർക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ, ചെറിയാൻ ഫിലിപ്പിനും മാത്രമല്ലല്ലോ, അതുപോലെ ആൾക്കാർക്കൊക്കെ ഉണ്ട്, അവർക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് അത്തരം ഔട്ട്ലെറ്റ്സ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ അബ്യൂസസ് വളരെയധികം വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നന്ദി, നമസ്കാരം.